ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 4ാമത്തെ അധ്യായത്തിൻ്റെ 2ാമത്തെ ക്ലാസ്സാണിന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും അയിരിനെ പറ്റിയും 4 വ്യത്യസ്ത സാന്ദ്രണ രീതികളെ പറ്റിയും നമ്മൾ പറഞ്ഞു. നമുക്കറിയാം, ഒരു ലോഹ നിഷ്കർഷത്തിൽ 3 പ്രക്രിയകളുണ്ട്. ഒന്നാമത്തത് അയിരുകളുടെ സാന്ദ്രണമാണ്. രണ്ടാമത്തത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കൽ. മൂന്നാമത്തത് ലോഹശുദ്ധീകരണം. ഇന്ന് നമ്മൾ പറയുന്നത് വ്യത്യസ്ത സാന്ദ്രണ രീതി, ലോഹത്തെ വേർതിരിക്കുന്ന രീതിയും ലോഹശുദ്ധീകരണവുമാണ്. ഒന്നാമത്തത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കൽ. പ്രധാനമായും 2 ഘടകങ്ങളാണുള്ളത്. ഒന്നാമത്തത് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ. രണ്ടാമത്തത് ഓക്സൈഡ് ആക്കിയ അയിരിൻ്റെ നിരോക്സീകരണം. സോ ഫസ്റ്റ് വൺ, സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ. സാന്ദ്രീകരിച്ചെടുത്ത അയിരുകളെ ഓക്സൈഡുകളാക്കി മാറ്റുകയാണ്. 2 രീതികളാണ് ഓക്സൈഡുകളാക്കി മാറ്റാനുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒന്നാമത്തത് കാൽസിനേഷൻ അഥവാ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. ഇവിടെ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡുകളായി മാറുന്നു. അടുത്ത മെത്തേഡ് റോസ്റ്റിംഗ്. ഇവിടെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. സാന്ദ്രീകരിച്ച അയിരുകളെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ അവയിലെ ജലാംശം ബാഷ്പമായി പുറത്തു പോകും. ഉദാഹരണത്തിന്, സൾഫൈഡ് അയിരുകൾ ഓക്സിജനുമായി ചേർന്ന് ഓക്സൈഡുകളായി മാറുന്നു. ഓക്കെ, അടുത്തത് അയിരിനെ വേർതിരിക്കുന്ന 2ാമത്തെ രീതി ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണമാണ്. ഓക്സൈഡാക്കിയ അയിരിൽ നിന്നും ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണമാണ്. അനുയോജ്യമായ നിരോക്സീകാരികൾ ഇതിനായി നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ലോഹങ്ങളുടെ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോഹനിർമ്മാണ വേളയിൽ വൈദ്യുതി, കാർബൺ മോണോക്സൈഡ് എന്നിവയെല്ലാം നിരോക്സീകാരിയായി ഉപയോഗിക്കാറുണ്ട്. ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സീകാരിയായി വൈദ്യുതി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ലോഹത്തെ വേർതിരിക്കൽ എന്ന ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. അടുത്തത് ലോഹ നിഷ്കർഷത്തിൻ്റെ അവസാന ഭാഗം, ലോഹശുദ്ധീകരണം അഥവാ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. നിരോക്സീകരണം ചെയ്തെടുക്കുന്ന ലോഹങ്ങളിൽ മറ്റ് ലോഹങ്ങളും ലോഹ അലോഹങ്ങളും ചെറിയ അളവിൽ ചില അലോഹങ്ങളും അപദ്രവ്യങ്ങളായി കാണപ്പെടാറുണ്ട്. ആ അപദ്രവ്യങ്ങളെ കൂടി നീക്കം ചെയ്ത് ശുദ്ധലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹശുദ്ധീകരണം. സാന്ദ്രീകരണ രീതികളിൽ പറഞ്ഞ പോലെ ശുദ്ധീകരണ രീതിയിലും ഈ പ്രക്രിയയിലും ലോഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെയും മാലിന്യങ്ങളെയും അടിസ്ഥാനമാക്കി ലോഹശുദ്ധീകരണത്തിന് വിവിധ മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തത് ഉരുക്കി വേർതിരിക്കൽ, രണ്ടാമത്തത് സ്വേദനം, 3 വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉരുക്കി വേർതിരിക്കുന്ന രീതിയെക്കുറിച്ചാണ്. കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിന്ന്, ലെഡ് പോലുള്ള ലോഹങ്ങളിൽ അപദ്രവ്യമായി ഉയർന്ന ദ്രവണാങ്കമുള്ള മറ്റ് ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളും ഉണ്ടാവും. അത്തരത്തിലുള്ള ലോഹങ്ങളെ ഫർണസിൻ്റെ ചെരിഞ്ഞ പ്രതലത്തിൽ വെക്കും. ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുകി താഴേക്ക് വരും. ഈ പ്രക്രിയയാണ് ഉരുക്കി വേർതിരിക്കൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി 2ാമത്തെ പ്രോസസ്സ് സ്വേദനം. വളരെ കുറഞ്ഞ തിളനിലയുള്ള സിങ്ക്, കാഡ്മിയം, മെർക്കുറി പോലുള്ള ലോഹങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്
സാധാരണയായി സ്വേദനം ഉപയോഗിക്കുന്നത്. ഇവിടെ അപദ്രവ്യമടങ്ങിയ ലോഹം ഒരു റിട്ടോട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം മാത്രം ബാഷ്പീകരിക്കും. ഈ ബാഷ്പം ഘനീഭവിച്ച് ശുദ്ധലോഹം ലഭിക്കുന്ന രീതിയാണ് സ്വേദനം. ശുദ്ധീകരണത്തിലെ ഒരു രീതി കൂടി പറഞ്ഞാൽ ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ രീതിയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ഒരു ചെറിയ ദണ്ട് ശുദ്ധലോഹം നെഗറ്റീവ് ഇലക്ട്രോഡായും ശുദ്ധീകരിക്കേണ്ട അപദ്രവ്യമടങ്ങിയ ലോഹം പോസിറ്റീവ് ഇലക്ട്രോഡായും ആ ലോഹത്തിൻ്റെ ലവണലായനിയെ ഇലക്ട്രോലൈറ്റായും എടുത്ത് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. കോപ്പറിനെ ശുദ്ധീകരിക്കാൻ ഈ മാർഗം ഉപയോഗിക്കാം. ചിത്രത്തിൽ ശുദ്ധീകരിക്കേണ്ട കോപ്പർ ആനോഡായും ശുദ്ധ കോപ്പർ കാഥോഡായും H2SO4 ചേർത്ത കോപ്പർ സൾഫേറ്റ് ലായനി ഇലക്ട്രോലൈറ്റായും എടുത്തത് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ലോഹങ്ങളുടെ വേർതിരിക്കലും ശുദ്ധീകരണവും പറഞ്ഞു. വേർതിരിക്കലിന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കി മാറ്റൽ. അതിൽ രണ്ട് പ്രക്രിയകളുണ്ട്, കാൽസിനേഷനും റോസ്റ്റിങ്ങും. പിന്നെ ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണം, പിന്നെ ശുദ്ധീകരണവും പറഞ്ഞു. അതിൽ ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. സോ ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് കാണാം. ചോദ്യം 1. സാന്ദ്രീകരിച്ച് അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്നതെങ്ങനെ? ഉത്തരം: ഇതിനായി 2 ഘട്ടങ്ങളുണ്ട്. എ. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കൽ. ബി. ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണം. ചോദ്യം 2. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കുന്ന പ്രക്രിയ ഏതെല്ലാമാണ്? ഉത്തരം: കാൽസിനേഷൻ, റോസ്റ്റിംഗ്. ചോദ്യം 3. ഏതെല്ലാമാണ് ലോഹ ശുദ്ധീകരണ മാർഗങ്ങൾ? ഉത്തരം: ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ചോദ്യം 4. സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കാൻ ഏതു രീതിയാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം: സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ. ചോദ്യം 5. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം വിശദീകരിക്കൂ. ഉത്തരം: ഒരു ചെറിയ കഷണം ശുദ്ധലോഹം നെഗറ്റീവ് ഇലക്ട്രോഡായും ശുദ്ധീകരിക്കേണ്ട അപദ്രവ്യമടങ്ങിയ ലോഹം പോസിറ്റീവ് ഇലക്ട്രോഡായും ആ ലോഹത്തിൻ്റെ ലവണലായനി ഇലക്ട്രോലൈറ്റായും എടുത്ത് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ചോദ്യം 6. കോപ്പറിനെ ശുദ്ധീകരിക്കാൻ ഏതു മാർഗമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം: വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ചോദ്യം 7. പട്ടിക പൂർത്തിയാക്കുക. ഉത്തരം: ആനോഡ്, ശുദ്ധീകരിക്കേണ്ട കോപ്പർ. കാഥോഡ്, ശുദ്ധ കോപ്പർ. ഇലക്ട്രോലൈറ്റ്, സൾഫ്യൂരിക് ആസിഡ്. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം Cu gives Cu2++2 ഇലക്ട്രോൺ. കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം Cu2++2 ഇലക്ട്രോൺ gives Cu.